അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിപ്പോൾ UAE-യിലാണുള്ളത്. UAE വഖാഫിൻ്റെ ജോലിക്ക് വേണ്ടി ഏകദേശം 4.5 വർഷത്തോളമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്കറിയുന്ന എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ഇതിലേക്ക് വരുന്നു. എൻ്റെ കൂടെ എൻ്റെ ചെറിയ മാമ ഹിബത്തുള്ള മലവി അവറുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 3 മാസത്തെ വിസിറ്റായിരുന്നു. 3 മാസത്തെ വിസിറ്റിങ്ങിൻ്റെ അവസാനം നമ്മൾ ആദ്യം അതിനു വേണ്ടി അബുദാബി വഖാഫിൽ പോയി അപ്ലൈ ചെയ്തു. എന്നിട്ട് അവരൊരു ഡേറ്റ് തന്നു, ഈ സമയത്ത് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ സമയത്ത് നമ്മൾ പോയി. അപ്പോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. പക്ഷേ തുടക്കായതിൻ്റെ പേരിലായിരിക്കാം കുറച്ച് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ആ ഇൻ്റർവ്യൂവിൽ ഫെയിലാവുകയും ചെയ്തു. അതിൻ്റെ ചോദ്യങ്ങളെന്ന് വെച്ചാൽ ആദ്യം നമ്മളോട് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം സൂറത്ത് തൗബയിൽ നിന്നും ഒരു ഭാഗമാണ് ചോദിച്ചത്. മുസാബിയത്തായതുകൊണ്ട് എന്ത് ചെയ്തില്ല, തുടക്കത്തിൽ തന്നെ തെറ്റി ഉടനെ തിരിച്ച് പോകാൻ പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും അള്ളാഹുവിൻ്റെ തീരുമാനം 3 മാസത്തെ വിസിറ്റിംഗ് കാലാവധി പൂർത്തിയാക്കി. ഞങ്ങൾ രണ്ടാളും, ഞാനും എൻ്റെ മാമയും തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കൊച്ചിയിൽ വെച്ചിട്ട് അബുദാബി വഖാഫിൻ്റെ കീഴിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്നുള്ളത്. അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇടിയങ്ങരയിലുള്ളൊരു പഴയൊരു ഹിഫ്ള് സ്ഥാപനം, അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ സ്ക്രീനിങ് നടന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് എനിക്ക് വിളി വന്നു. ഞാൻ ഔദ്യോഗികമായ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് പോയി. അവിടുന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. അവിടുത്തെ ഇൻ്റർവ്യൂ 2 ഭാഗങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നത്. 2 ടീമുകളായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ എൻ്റെ ഊഴമെത്തി. ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചത് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ സൂറത്തു തൂറിൻ്റെ ഭാഗം ചോദിച്ചു. അതേപോലെ സൂറത്തു താരിഖ് ഓതാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഖുതുബ ഓതാനും പറഞ്ഞു. ഖുതുബൻ്റെ ഇടയ്ക്ക് നിന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് വായിച്ചു. ചില ശൈലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ തിരുത്തി തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അവിടെ ഒരു മലയാളിയായി മാമൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പാസ്സാണ്. എന്നോട് പരിചയപ്പെട്ട എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞു. ഞാനത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു, താഴെ വന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു. അപ്പോൾ ഭയങ്കര ടെൻഷനായി, എന്തായിരിക്കും പിന്നെ വിളിച്ചത്. എന്നിട്ട് വീണ്ടും ഫാത്തിഹ ഓതിപ്പിച്ചു, ഖുതുബയും വായിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് വീണ്ടും വിളിപ്പിച്ചു, വീണ്ടും വിളിപ്പിച്ചു. അങ്ങനെ വീണ്ടും അപ്പോൾ പുറത്തുനിന്ന് വേറെ ഒരാൾ വന്നു, ഫാത്തിഹ ഓതാൻ വേണ്ടി പറഞ്ഞു. തിരിച്ച് പോകാൻ പറയുകയും ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർ പാസ്സായ നിങ്ങളെ അറിയിക്കുമെന്നുള്ള ഇതിൽ തന്നെയാണുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ അബുദാബിയിൽ വന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അവിടുന്ന് പാസ്സാവാത്തത് കൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തിട്ടില്ല. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാ എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാസ്സായി എന്ന് വിവരം അറിയിച്ചു. എന്നിട്ട് അവർ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്
ഒരു എറണാകുളത്തൊരു അൽബാൻ ട്രാവൽസാണ് ഇതിൻ്റെ കാര്യങ്ങൾ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന പേപ്പറുകൾ കൊണ്ടുവരണം വിസ അടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ 9,500 രൂപ, അത് അവരുടെ ഫീ, വർക്കിംഗ് ഫീ എന്തോ ആണ്. എന്തായാലും അതും കൊണ്ട് ഞാൻ എറണാകുളം പോയി പൈസ കൊടുത്തു. അപ്പോൾ അവരൊരു പേപ്പർ തന്നു. ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ പേപ്പർ നോക്കിയപ്പം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു സംഭവം, അതിൽ ചുരുക്കി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ജോലി കിട്ടാതിരിക്കുകയോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നുള്ള പേപ്പറാണ് അവർ എഴുതി ഇടിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ തർക്കിച്ചിരിക്കാനൊന്നും സമയമില്ല. വേഗം എന്ത് ചെയ്തു, സൈൻ ചെയ്തു. അതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഏകദേശം അവിടെ കൊച്ചിയിൽ നടന്ന ഇൻ്റർവ്യൂവിൽ 500 അല്ലെങ്കിൽ അതിലധികം ആൾക്കാർ പങ്കെടുത്തിരുന്നു. അതിൽ 85 ആൾക്കാർക്കിട്ട ആണ് സെലക്ഷൻ കിട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം കുറച്ച് ആൾക്കാർ, ഏകദേശം 40-45 ആൾക്കാർ നമ്മളെ ഔഖാഫിൽ ജോലിക്ക് കയറി. കുറേ ആൾക്കാർ എന്തായി, ഇവിടെ അവർക്കൊരു വിവരമില്ല, ആരും ഒന്നും പറയുന്നുമില്ല. ഇപ്പം അൽബാൻ ട്രാവൽസിൻ്റെ ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കും കൃത്യമായ വിവരങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല. എത്രത്തോളം വെച്ചാൽ കുറേ ആൾക്കാർ ഒമാനിൽ നിന്ന് വരെ അവരുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തവരുണ്ട്. അവർക്കൊന്നും ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്തായി, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട്. പിന്നെ ആദ്യമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഹൈറാണെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിലും ഹൈറുണ്ടാവും എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിനും അമിത പ്രതീക്ഷ കൊടുക്കരുത്. അതായത് എത്ര ആൾക്കാർ അവരെ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ അവർ ജോലിയൊക്കെ രാജിവെച്ച് ഇതിനു വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു. പക്ഷേ അവർക്കും എന്ത് ചെയ്തില്ല, വിസയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏത് കാര്യവും നമ്മൾ അമിത പ്രതീക്ഷ, ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് നിന്ന് അത് കിട്ടാതാവുമ്പം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. നേരെ മറിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അള്ളാഹു ഖൈർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടാലും വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വിസ ഒന്നും വരാതായപ്പം കുറേ അത് നീണ്ടു പോയപ്പം പിന്നെ അതിൽ വലിയ പ്രതീക്ഷ ഒന്നും കൊടുത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ മാമ, അവിടെ പള്ളിയിൽ ഇമാമായിട്ട് ജോലിയാണ്, ഉമ്മുൽ ഖുറൈൻ ഔഖാഫിൽ, വിളിച്ചിട്ട് പറഞ്ഞു ഷാർജയിൽ ഒരു പള്ളിയിൽ, പ്രൈവറ്റ് പള്ളിയിൽ ഇമാമിന് ആവശ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അവിടെ ഷാർജയിൽ വന്നു. ഏകദേശം 2-2.5 മാസത്തോളം അവിടെ പള്ളിയിൽ ജോലി ചെയ്തു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അബുദാബി ഔഖാഫിലേക്ക് നേരിട്ട് പോയി അന്വേഷിക്കണമെന്ന് തോന്നി. അങ്ങനെ അബുദാബി ഔഖാഫിൽ പോയി അന്വേഷിച്ചു. അതായത് ഞാനിവിടെ നാട്ടിൽ പാസ്സായ ആളാണ്, പക്ഷേ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് നാട്ടിലത്തെ കാര്യമാണ്, നമ്മളുമായി ബന്ധപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം കുറേ പ്രസ് ചെയ്തപ്പം അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾ പാസ്സാണ്, പക്ഷേ ലജന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, എന്നുവെച്ചാൽ കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി എപ്പോൾ കിട്ടും എന്നുള്ള കാര്യമൊന്നും പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ 3 മാസം അവിടെ ജോലി ചെയ്ത് വിസിറ്റിംഗ് കാലാവധി പൂർത്തിയാക്കി വീണ്ടും നാട്ടിലേക്ക് പോയി. ഏകദേശം 1-2 വർഷത്തോളം നാട്ടിൽ തന്നെ ഹിഫ്ളിൽ എൻ്റെ ഉസ്താദായിട്ടൊക്കെ ജോലി ചെയ്ത് പിന്നെ വീണ്ടും എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ എൻ്റെ മാമനോട് അഭിപ്രായം പറഞ്ഞു അവിടെ എന്തെങ്കിലും ജോലിക്ക് വല്ല സാധ്യതയുണ്ടോ. എന്ത് ചെയ്തു, യുഎയിലേക്ക് ആ വരവാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത്. യുഎയിലേക്ക് വന്നു, എന്നിട്ട് വിസ അടിച്ചു. വിസ അടിക്കാൻ ഏകദേശം 6,000 ദിർഹം, നമ്മുടെ നാട്ടിൽ ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ ഒക്കെ
അടുത്തായി കമ്പനി വിസയാണ് എടുത്തത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഔഖാഫിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് ID എവിടെ നിന്നാണ്. അപ്പോൾ ബത്താഖ ഉണ്ടെങ്കിൽ ID ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിതനായി എന്ത് ചെയ്തു, വിസ എടുക്കേണ്ടി വന്നു. പക്ഷേ നമുക്ക് ബദീലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബദീൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമാമില്ലാതിരിക്കുമ്പം ആ ഇമാമിന് പകരമായി ഇമാമത്ത് നിൽക്കാം. ഇമാമിങ്ങൾ ലീവിന് പോകും, ഒരു മാസത്തിന് ഇല്ലെങ്കിൽ 2 ആഴ്ച, ഒരാഴ്ച അങ്ങനെ ലീവിന് പോകുന്ന സമയത്ത് നമ്മൾ പകരമായിട്ട് പോയി നിൽക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഉമ്മുൽ ഖുയ്ൻ ഔഖാഫിൽ ബദീലായിട്ട് എനിക്ക് അവസരം കിട്ടി. അത് എത്ര എളുപ്പമൊന്നുമല്ല. ബദീലിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വിശദ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ വ്യക്തമായി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയറായി വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അബുദാബി ഔഖാഫ് മുഖേനയാണ് ഉമ്മുൽ ഖുയ്ൻ, അജ്മാൻ, റാസുൽ ഖൈമ പോലുള്ള എമിറേറ്റുകളിലേക്ക് ഇമാമിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ കേന്ദ്രം, ആ എമിറേറ്റുകളുടെയൊക്കെ കേന്ദ്രം അബുദാബി ഔഖാഫാണ്. ദുബായിലാണെങ്കിൽ ഇപ്പം ഓൺലൈൻ മുഖേനയാക്കി, ഓൺലൈൻ വഴി നമുക്ക് അപ്ലൈ ചെയ്ത് അതിനുശേഷം അവർ നമ്മളെ വിളിക്കണം. ഷാർജയിലാണെങ്കിലും ഷാർജയിലാണെങ്കിൽ നേരിട്ട് പോയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ അറിയിക്കാം. എന്താണ് ഓരോ ഔഖാഫിൻ്റെയും അവസ്ഥകളും കാര്യങ്ങളും, അതേപോലെ നിലവിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടോ, ഇൻ്റർവ്യൂവിൽ പാസ്സായാലുള്ള അവസ്ഥ എന്താണ്, ഇൻ്റർവ്യൂവിൻ്റെ അവസ്ഥ എന്താണ്, ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ ഞാൻ ബദീലായിട്ട് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെ ബദീലായി കിട്ടാനുള്ള വഴി എന്താണ്. അതേപോലെ CID, ഇപ്പോൾ ബദീലായി നമ്മൾ ഒരു ഗവൺമെൻറ് ജോബിൽ കയറുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യും, CID അന്വേഷണത്തിന് വിളിക്കും. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ശേഖരിക്കും. അപ്പം അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് തുടർന്ന് ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ ചാനൽ വഴി നിങ്ങൾ അറിയിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഔഖാഫിൻ്റെ ഓരോ വിവരങ്ങളും നിങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്ന വിധം എത്തിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.